കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൂന്തൽ വെച്ച് ഒരു അടിപൊളി റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കൂന്തൽ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. എല്ലാം തോലും തലയൊക്കെ വേർപെടുത്തി ഉൾഭാഗത്തെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. ഫുള്ളായിട്ട് കണ്ടെന്ന് അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ കൂന്തൽ ഇതേപോലെ റൗണ്ടായിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചും കട്ട് ചെയ്യാം കേട്ടോ. റിങ്ങായിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇനിയും വഴുവഴുപ്പുണ്ടാവും, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതേപോലെ എല്ലാം റിങ്ങായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ വെള്ളം മുഴുവൻ പോയി വൃത്തിയായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് സാധാരണ കറികൾക്കൊക്കെ ചേർക്കണ പോലെ തന്നെ സവോള വേണം. ചെറുള്ളി ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 സവോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 3 പഴുത്ത തക്കാളി എടുത്തു കേട്ടോ. 2 വലിയ സവോളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും കുറച്ച് പച്ചമുളകുമാണ്. ഇത്രയും സാധനങ്ങളാണ് കഴുകി വൃത്തിയാക്കിയെടുത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പ് വേണ്ടവർക്ക് അതും കൂടി ചേർക്കാം കേട്ടോ. പഴുത്ത തക്കാളി വേണമെങ്കിൽ നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കും കൂടി ചെയ്യാം. അങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് വഴറ്റുന്നതിനെക്കാട്ടിയും പെട്ടെന്നാവണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സവോളയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തോളം പുളി, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തോളം ഉള്ള പുളി, വാളംപുളിയാണ് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. കുടംപുളി വേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. അതൊന്ന് കുതിർത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം ഉലുവയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളി സവോള എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വഴന്നിട്ട് ഗ്രേവിയിലേക്കൊക്കെ അതൊന്ന് അലിഞ്ഞ് ചേർന്ന് വരണം. എല്ലാം കൂടി വേവിച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്യൂലേ, സവോള വഴറ്റി വരുമ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്നാവുന്നല്ലേ പറയുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റി വരണം. അത്യാവശ്യം വഴന്ന് വരുമ്പോൾ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, നല്ല പഴുത്തതാകുമ്പം പെട്ടെന്ന് വഴന്ന് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അരച്ച് വേണമെങ്കിലും ചേർക്കാം, പറഞ്ഞല്ലോ ഞാൻ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണ വേണമെങ്കിൽ അല്പം കൂടി ഒഴിക്കാം. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തതും കൊണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു കളറിനും ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർത്തതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ എരിവ് ആവണ്ട കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. സിമ്മിലിട്ടിട്ട് വേണം, പൊടിയൊന്നും കരിയണ്ട കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഒരല്പം മല്ലിപ്പൊടി മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി ഒന്നും കൂടണ്ട, അതിൻ്റെ ഫ്ലേവറൊന്നും മുമ്പിൽ വരണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സാക്കാം, കരിയരുത്. സിമ്മിലാണ്, ചട്ടി നല്ല ചൂടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇതേപോലെ നല്ലപോലെ മസാലയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, പുളി ഒരല്പം ചേർത്താൽ മതിയാവും. അതിൻ്റെ ജ്യൂസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയും കൂടുതൽ വേണ്ട, എന്നാൽ പാകത്തിന് വേണം കേട്ടോ. അതും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം
ഇതിലേക്ക് കൂന്തലിട്ട് വേവിക്കുകയും കൂടി വേണം. അപ്പോൾ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കൂന്തലിന് നല്ല വേവല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എല്ലാം തിളച്ച് വന്നു, എണ്ണയൊക്കെ ഒന്ന് ആ സൈഡിലേക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ വാർന്നു പോകണം കേട്ടോ, അങ്ങനെ കൊണ്ടേ ഇടാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അതിൻ്റെ ഉള്ളിലെ വഴുവഴുപ്പെല്ലാം കളഞ്ഞ് വേണം കേട്ടോ, അല്ലെങ്കിൽ കറിക്കൊക്കെ വേറൊരു ടേസ്റ്റൊക്കെ വരും. പ്ലാസ്റ്റിക് മാതിരിയുള്ളൊരു സാധനമാണല്ലേ. ഇങ്ങനെയൊക്കെ കറിയൊക്കെ വെച്ചാൽ ടേസ്റ്റാണ്. എല്ലാവരും എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളെ അഭിപ്രായം കൂടി പറയണേ. എല്ലാം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്, കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് നല്ലപോലെ അതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി തിളച്ചു, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവട്ടെ, അടി പിടിക്കണ്ട. ഒന്ന് ഇളക്കി നോക്കി നമുക്കിതൊന്ന് വേവിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് വേണമെങ്കിൽ അതേപോലെയും ചെയ്യാം. നല്ലപോലെ കൂന്തളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറുകിക്കോളും കറി. അടിപൊളി കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.